കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഫാർമസിയിൽ നിന്ന് മരുന്ന് മാറി നൽകിയതായി പരാതി. പ്രസവശേഷം അയൺ ഗുളികയ്ക്ക് പകരം പ്രമേഹത്തിനുള്ള ഗുളിക നൽകി. വൈക്കം സ്വദേശികളായ ദമ്പതികൾ ആശുപത്രി സൂപ്രണ്ടിനും പോലീസിലും പരാതി നൽകി. മെയ് 10 വൈക്കം സ്വദേശിയായ ഷൈനിയുടെ പ്രസവത്തിനായി ചികിത്സ തേടിയത് കോട്ടയം മെഡിക്കൽ കോളേജിൽ. 22 ഡിസ്ചാർജ് ചെയ്തു. പ്രസവശേഷം അയൺ ഗുളികയ്ക്ക് പകരം പ്രമേഹത്തിനുള്ള ഗുളികയാണ് ഫാർമസിയിൽ നിന്നും നൽകിയത്. 24 ദിവസം ഗുളിക മാറിക്കഴിച്ച ഷൈനി നേരിട്ടത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ. മറ്റൊരു സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് ഗുളിക മാറി നൽകിയ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഷൈനിയുടെ ഭർത്താവ് സനീഷ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും ഗാന്ധിനഗർ പോലീസിനും പരാതി നൽകി. കഴിഞ്ഞ 16 കൂടുതൽ ക്ഷീണമായിട്ട് കണ്ണിനൊരു മൂടലൊക്കെ ആയിട്ട് തുറവൂർ ആശുപത്രിയിൽ നിന്ന് കാണിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞ് ഈ ചീട്ടും പിന്നെ മരുന്നുകളെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോഴാണ് മരുന്ന് മാറിയെന്ന് നമ്മൾ അറിയുന്നത്. അതായത് ഷുഗർ താഴാനുള്ള ഗുളികയാണ് അയൺ ഗുളികയ്ക്ക് പോലും തന്നിരുന്നത്. ഇത്രയും ദിവസമായിട്ട് അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല. പരിപാടി വയ്ക്കുമ്പോൾ എൻഡോർക്ക് വെച്ചിട്ടുണ്ട് ഇതാണെന്ന് പറയും. ഈ ക്യാമറയിൽ ചെക്ക് ചെയ്തെടുക്കാൻ വലിയ കാര്യമുള്ള കാര്യമില്ല. സമയവും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇതുവരെ അതിന്റെ നടപടിയൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ അതിന് സൂപ്രണ്ടിന് വേറെ പരാതി കൊടുത്തു. അതുകൂടാതെ ഇവിടെ സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട്. ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇനി ആവർത്തിക്കരുതെന്നാണ് ഇവരുടെ നിലപാട്. തങ്ങൾക്കുണ്ടായ ഗതികേട് മറ്റൊരു കുടുംബത്തിനും ഉണ്ടാകാതിരിക്കാൻ നിയമപോരാട്ടം നടത്താനാണ് ദമ്പതികളുടെ തീരുമാനം. പരാതി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.